ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഗൂഗിളിൻ്റെ ഒരു ഡിജിറ്റൽ കവചം, ആ ഒരു സെറ്റിങ്സ് നമ്മുടെ എല്ലാവരുടെ മൊബൈലുണ്ട്. ഓക്കെ, അപ്പം അത് എങ്ങനെ ഓൺ ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇത് ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളെല്ലാവരും ചില വെബ്സൈറ്റിലൊക്കെ നമ്മൾ സന്ദർശിക്കാറുണ്ട്, ഗൂഗിളിലൊക്കെ കയറിയിട്ട്. മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഇമെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജൊക്കെ ആയിട്ട് വരുന്ന ചില ലിങ്ക്സിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പല വെബിലേക്കും സൈറ്റിലേക്കും നമ്മൾ എത്തിപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഡിജിറ്റൽ കവചം എന്ന് തന്നെ പറയാൻ പറ്റും, അത് നമ്മുടെ എല്ലാവരുടെ മൊബൈലിലുണ്ട്. അപ്പം അത് ഓൺ ചെയ്യാനുള്ള രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ തുടർന്നും നല്ല നല്ല ഇതുപോലെ യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് കണ്ടൻസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഓൾ സർവീസസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴത്തോടെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഈ പറയുന്ന ഓപ്ഷൻ എല്ലാ മൊബൈലിലും ഉണ്ടാകില്ല, ചില മൊബൈൽസ് മാത്രമായിരിക്കും. അപ്പം അവർക്ക് ഇത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഡിജിറ്റൽ കവചം നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും ഗൂഗിളിൻ്റെ. ഇവിടെ പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ചില മൊബൈൽസിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഫൈൻഡ് ഹബിൻ്റെ മുകളിലായിട്ട് ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. എൻ്റെ ഫോണിൽ അത് വരുന്നില്ല. അപ്പോൾ ഇത് വരാത്തവർക്കും നമുക്കിത് ഓപ്പൺ ചെയ്യാം, അത് മാനുവലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ മൊബൈൽ അതില്ല. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻസ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾക്ക് ഗൂഗിളിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടി താഴത്ത് നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ പറ്റും, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓൺ ഡിവൈസസ് വെൻ 2G പ്രൊട്ടക്ഷൻസ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടേൺ ഓൺ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഓണായി കിട്ടും. ഇനി നിങ്ങൾക്ക് അതില്ലാത്ത ആളുകൾക്ക് ഞാൻ താഴത്തെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യേണ്ട, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലോട്ടാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് ക്ലിക്ക് ഹെയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് നോ എന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ ആ ഒരു ഇമെയിലിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫിംഗർ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കുക. അതിന് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഗൂഗിളിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളുടെ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ എനിക്കിപ്പം 2 ഗ്രീൻ ടിക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഈ 3 ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എനേബിൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷന് നമ്മുടെ ഒരു റിക്കവറി ഇമെയിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എനേബിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗൂഗിളിൻ്റെ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡാറ്റയൊക്കെ നിങ്ങൾക്ക് പ്രൈവസി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡാറ്റയൊന്നും ചോർന്നു പോകാതെ, ലീക്കായി പോകാതെ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.